പോലെ കേരളത്തിലെ കഴിഞ്ഞ 5 കൊല്ലത്തിനുള്ളിൽ നടന്ന സ്കാമുകൾ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപയാണ് മലയാളികളുടെ പൈസ സ്കാമിൽ പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു വാർത്തയുണ്ട്. ആ വാർത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രമാത്രം അഭ്യസ്ത വിദ്യരായിട്ടുള്ള വലിയ ഉദ്യോഗസ്ഥരെന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ നടിക്കുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള മലയാളികള് വീണ്ടും വീണ്ടും എങ്ങനെയാണ് ഈ സ്കാമിൽ പെടുന്നത്. അപ്പൊ അതിനകത്ത് ഒരു സൈക്കാട്രിസ്റ്റിന്റെ ഒരു അഭിപ്രായമുണ്ട്, എന്താണ് ഈ സ്കാമിൽ മലയാളി പെടുന്നതിന്റെ ഒരു ഇതെന്നുള്ളത്. അത് ഞാൻ നോക്കി തന്നെ വായിക്കാം, അത് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ ഈ ഡ്രൈവർ അപ്പാപ്പൻ ഈ നഴ്സസിനെ പെടുത്തുന്ന സ്കാമില് തന്റെ കൂട്ടുകാരനായ ഒരു ട്രക്ക് ഡ്രൈവറുടെ ഭാര്യ നഴ്സ് ചെന്ന് പെട്ട കഥ പറയാണ്. അത് പറഞ്ഞ് ആ വീഡിയോ ഉണ്ടാക്കിയതിന് ശേഷം അപ്പാപ്പന് ഒരുപാട് ഭീഷണി കോള് വന്നു. തന്റെ യൂട്യൂബ് എത്രയും പെട്ടെന്ന് അത് ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ തന്റെ യൂട്യൂബ് ചാനൽ ഞങ്ങൾ പൂട്ടിക്കും.